I ate an apple at 8. ഈ സെൻറ്റൻസ് പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയല്ലേ? ആദ്യത്തെ 8 വന്നപ്പോൾ കഴിച്ചു എന്നാണ് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ഒരു 8 കൂടെ വന്നപ്പോൾ പെട്ടെന്നൊന്ന് പോസ് ആയി പോയിട്ടുണ്ടാവുമല്ലേ അവിടെ. അപ്പോൾ എന്താ, ആദ്യത്തെ 8 എന്ന് പറഞ്ഞാൽ കഴിച്ചു എന്നാണ്, ATE. രണ്ടാമത്തെ 8 എന്ന് പറഞ്ഞാൽ 8 മണി എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിച്ചത്. I ate an apple at 8. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, അതായത് സെയിം ആയിട്ട് തോന്നുന്ന എന്നാൽ മീനിങ്ങിലും സ്പെല്ലിങ്ങിലും ഒക്കെ ഡിഫറൻസ് വരുന്ന കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് അലൗഡ് ആൻഡ് അലൗഡ്. ഇവിടെ തന്നെ സെയിം ആണ് തോന്നും നമുക്ക്, പക്ഷേ സ്പെല്ലിങ്ങിലും മീനിങ്ങിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ സ്ക്രീനിൽ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അലൗഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് പെർമിറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്തിലെങ്കിലും പെർമിഷൻ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അനുവാദമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ ഓക്കെ ആണ്, പെർമിറ്റഡ് ആണ് എന്നാണ് അവിടെ മീനിങ് വരുന്നത്. സെക്കൻഡ് അലൗഡ് എന്ന് പറയുമ്പോൾ മീനിങ് വരുന്നത് ഉറക്കെ അല്ലെങ്കിൽ വ്യക്തമായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും അല്ലേ. ഫസ്റ്റ് അലൗഡ്, സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഹിയർ. സ്മോക്കിംഗ്, പുകവലി ഇവിടെ പെർമിറ്റഡ് അല്ല, അതിനുള്ള അനുവാദം ഇവിടെ ഇല്ല എന്നാണ് ഫസ്റ്റ് അലൗഡിൻ്റെ മീനിങ്. ഇനി സെക്കൻഡ് അലൗഡ്, ഷീ റെഡ് ദ ലെറ്റർ അലൗഡ്. അവൾ കത്ത് ഉറക്കെ വായിച്ചു, വ്യക്തമായി ഉറക്കെ വായിച്ചു എന്നാണ് മീനിങ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ആൻഡ് ബ്രേക്ക്. അപ്പോൾ ഫസ്റ്റ് വേർഡ് ബ്രേക്ക് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ താഴെ വീണ് പീസസ് ആയിട്ട് ഇങ്ങനെ പൊട്ടിക്കില്ലേ, അല്ലെങ്കിൽ തകരുക അല്ലെങ്കിൽ ഉടയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ബ്രേക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഈ വണ്ടിക്കൊക്കെ ഉള്ള ബ്രേക്കിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കാം. പൂജ ഈസ് ഓൾവേസ് ബ്രേക്കിംഗ് തിങ്സ്. പൂജ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ഉടച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഫസ്റ്റ് ബ്രേക്കിൻ്റെ മീനിങ് വരുന്നത്. ഇനി സെക്കൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഷീ ഹാഡ് നോ ബ്രേക്സ് ഇൻ ഹർ ബൈസിക്കിൾ. അവളുടെ ബൈസിക്കിളിന് ബ്രേക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. നമ്മുടെ തേർഡ് സെറ്റ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് വീക്ക് ആൻഡ് വീക്ക്. ഇവിടെ ഫസ്റ്റ് വീക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി സ്ട്രോങ് അല്ലാത്ത, അല്ലെങ്കിൽ വളരെ ദുർബലമായിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ വീക്കായി പോകും എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഫസ്റ്റ് വീക്കിൻ്റെ മീനിങ്. സെക്കൻഡ് വീക്ക് എന്ന് പറയുമ്പോൾ ആഴ്ച എന്ന് പറയില്ലേ, ആ മീനിങ് ആണ് സെക്കൻഡ് വീക്കിന് വരുന്നത്. വി ലുക്ക് അറ്റ് സെൻറ്റൻസ് എക്സാമ്പിൾസ്. ഫസ്റ്റ് വീക്ക്, ഡിസീസസ് മേക്സ് അസ് വീക്ക്. അസുഖങ്ങൾ നമ്മളെ വീക്കാക്കും എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് വീക്ക്, ദർ ആർ 7 days ഇൻ എ വീക്ക്. ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട് അല്ലേ. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് ബൈ ആൻഡ് ബൈ. ആദ്യത്തെ ബൈ എന്ന് പറയുന്നത് BY ആണ്, വളരെ സിമ്പിൾ ആണ്, അതൊരു പ്രിപ്പസിഷൻ ആണ്. പ്രിപ്പസിഷൻ എന്താണെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ബൈ ഇസ് പ്രിപ്പസിഷൻ, അതൊരു മീനിങ് ആണ്. സെക്കൻഡ് ബൈ എന്ന് പറയുന്നത് BUY, നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ വാങ്ങുക, പർച്ചേസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഈ ബൈക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ദേ ട്രാവൽ ബൈ ബസ്. അവർ ബസ്സിനാണ് ട്രാവൽ ചെയ്യുന്നത്. ഐ ഹാവ് ടു ബൈ ഫ്രൂട്ട്സ്. എനിക്ക് ഫ്രൂട്ട്സ് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട്, എനിക്ക് ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്യാനുണ്ട് എന്നാണ് മീനിങ് വരുന്നത്. നമ്മുടെ ഫിഫ്ത്ത് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആൻഡ് സ്റ്റേഷനറി. ആകെ ഒരു എയുടെയും ഇയുടെയും വ്യത്യാസം മാത്രമേ ഈ വേർഡ്സിൽ വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനറി എന്ന് പറയുന്നത് അനങ്ങാത്ത, നോട്ട് മൂവിങ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മൾ എഴുത്തുകുത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ, പേപ്പർ, പെൻസിൽ, പെൻ, ഇറേസർ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേഷനറി, ദ ട്രെയിൻ വാസ് സ്റ്റേഷനറി ഫോർ 1 hour. അതായത് ട്രെയിൻ ഒരു 1 hour ആയിട്ട് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റേഷനറി, ദർ ഇസ് എ സ്റ്റേഷനറി ഷോപ്പ് നിയർ മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് ഫോർ ആൻഡ് ഫോർ. ഇവിടെയും ആകെ ഒരു എക്സ്ട്രാ ലെറ്റർ കൂടുതൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ ഒരു വേർഡിൽ. ഫസ്റ്റ് ഫോർ എന്ന് പറയുന്നത് FOR, that is again a preposition. The second four is FOUR, and that is a number. You already know that, right? So we look at the sentence examples. First four, I was not prepared for this. ഞാൻ ഇതിനു വേണ്ടി ഒട്ടും prepared അല്ലായിരുന്നു. Second four, she has 4 kids. അവൾക്ക് 4 കുട്ടികളുണ്ട് എന്നാണ് മീനിങ് വരുന്നത്.
അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്നത് വിച്ച് ആൻഡ് വിച്ച്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഓ ഇതിൽ ഒരു വിച്ച് എനിക്ക് അറിയാവുന്നതാണ്, അതൊരു ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലേ. ഏത് എന്നർത്ഥം വരുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഒരു വിച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് വിച്ച് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഈ ദുർമന്ത്രവാദിനികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവരെയാണ് നമ്മൾ വിച്ച് എന്ന് പറയുന്നത്. വി ലുക്ക് അറ്റ് ദ സെൻറ്റൻസ് എക്സാമ്പിൾസ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ? നെക്സ്റ്റ് വിച്ച് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഹേർഡ് മെനി വിച്ച് സ്റ്റോറീസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. കുഞ്ഞിലെ കുറേ ദുർമന്ത്രവാദിനികളുടെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് മീനിങ് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്നത് ഫോർത്ത് ആൻഡ് ഫോർത്ത്. ഫസ്റ്റ് ഫോർത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് FORTH, അതായത് മുന്നോട്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സെക്കൻഡ് ഫോർത്ത് ഇസ് നമ്മുടെ ഓർഡിനൽ നമ്പേഴ്സ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയില്ലേ, ആ ഒരു ഫോർത്താണ് രണ്ടാമത്തെ മീനിങ്ങിൽ വരുന്നത്. വി ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. ദ പെൻഡുലം ഓഫ് ദി ക്ലോക്ക് വാസ് സ്വിങ്ങിങ് ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് ക്ലോക്കിൻ്റെ പെൻഡുലം മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹി വാസ് ഫോർത്ത് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റിൽ അവൻ 4ാമതായിരുന്നു എന്നാണ് അവിടെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്നത് പ്ലെയിൻ ആൻഡ് പ്ലെയിൻ. ഈ വാക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നൊരു പിക്ചർ എന്താണെന്ന് എനിക്കറിയാം, നമ്മുടെ എയറോപ്ലെയിൻ അല്ലേ. അത് തന്നെയാണ് ഒരു മീനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മീനിങ് എന്ന് പറയുമ്പോൾ PLAIN, അതായത് വളരെ സിമ്പിളായിട്ട് പാറ്റേൺസ് ഒന്നുമില്ല, ഡിസൈൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളൊരു വാക്കാണ് ഈ പ്ലെയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ വോർ എ പ്ലെയിൻ ടീഷർട്ട്. അവളൊരു പ്ലെയിൻ ആയിട്ടുള്ള, അതായത് ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളൊരു ടീഷർട്ടാണ് ഇട്ടത് എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് നോക്കിയല്ലേ. നിങ്ങൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ കറക്റ്റ് മീനിങ് എന്താണെന്ന് കോണ്ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം. ഇതേപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.